ഹലോ ഡിയേഴ്സ്, നമ്മുടെ 3ാം ക്ലാസ്സിലെ ഖുർആൻ വ തദ്രീബു തിലാവ എന്ന ഭാഗത്തുള്ള ഇന്ന് നടന്ന, അതായത് നമ്മുടെ 2025 പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യമായിട്ട് കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മുസ്ഹഫിൽ നോക്കി ഓദിക്കാം. അതിൽ വന്നിട്ടുള്ളത് സൂറത്തുൽ ജിന്നാണ്. സൂറത്തുൽ ജിന്നിൽ നിന്നും 1ഉം 2ഉം ആയത്തുകൾ. മാർക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒന്നാമത്തത് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം. രണ്ടാമത്തത് പാരായണത്തിൽ ഇവയുടെ അക്ഷരശുദ്ധി പ്രത്യേകം പരിഗണിക്കണം. ഏതിൻ്റെയൊക്കെയാണ്? ഖാഫ്, ഷീൻ, ഐൻ, ഹാ. ഇതിൽ ഓരോ അക്ഷരവും അതിൻ്റെ മഖ്റജിൽ നിന്നാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോർ ആഡ് ചെയ്യുന്നത്. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അക്ഷരങ്ങൾ എഴുതാം. ഹുറൂഫുൽ ജൗഫ് അൽ മദ്ദിയ. അതിലെ അക്ഷരങ്ങൾ മദ്ദിയായിട്ടുള്ള അക്ഷരങ്ങളാണ് അലിഫ്, വാവ്, യാ. ഹുറൂഫു ഷഫത്തൈനിൽ ബാ, മീം, വാവ്, ഫാ. മൂന്നാമത്തെ ആക്ടിവിറ്റി, താഴെ ഉദാഹരണത്തിൽ നിന്നും ഹുറൂഫുൽ ലിസാൻ 3 എണ്ണം എടുത്തെഴുതാം. ഹുറൂഫുൽ ലിസാനിൽ വരുന്ന അക്ഷരങ്ങൾ ഒന്ന് നമുക്കവിടെ താ കൊടുക്കാം, നൂന്, യാ. ഇനി ആക്ടിവിറ്റി 4 നോക്കി എഴുതാം. അതായത് അവിടെ കൊടുത്തിട്ടുള്ള അതേപോലെ പകർത്തി എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് യലഅന, രണ്ടാമത്തത് അസ്വാജ, മൂന്നാമത്തത് ഫതുബിഅ. ഇത്രയാണ് ഖുർആൻ വ തദ്രീബു തിലാവയിലുള്ളത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഹിഫ്ള് വരുന്നുണ്ട്, തഹ്ഫീളുൽ ഖുർആൻ. 3ാം ക്ലാസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കാം. അതിൽ ഒന്നാമത്തത് സൂറത്തു തക്കാസുർ. സൂറത്തു തക്കാസുരിൽ നിന്ന് 7, 8 ആയത്തുകൾ. അതിന് 20 മാർക്കാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് സൂറത്തുൽ ഖാരിഅയിൽ നിന്ന് 6, 7, 8 ആയത്തുകൾ. 20 മാർക്കാണ് സ്കോർ ചെയ്യുന്നത്. മൂന്നാമത്തത് റബ്ബന ആത്തിന മുതൽ അദാബന്നാർ വരെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. അതിന് 10 മാർക്കാണ്. ഇത്രയാണ് നമ്മുടെ 3ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയിലെ ഖുർആൻ ഹിഫ്ള് ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇൻഷാ അല്ലാഹ്.